മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. മറ്റു സമുദായങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദ്യം. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. ആചാരം മാറ്റിമറിക്കാൻ ഇവരൊക്കെ ആരാണ്? വിശ്വാസമനുസരിച്ച് ക്ഷേത്രങ്ങളിലെത്താൻ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ട്. ഇത്തരം വ്യാഖ്യാനങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. പിണറായി വിജയന്റെ വിവാദ ശിവഗിരി പ്രസംഗത്തിനെതിരെയാണ് സുകുമാരൻ നായരുടെ മറുപടി. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, മുഖ്യമന്ത്രിയുടെ മേൽവസ്ത്രം ക്ഷേത്രങ്ങളിൽ വേണമെന്ന പ്രതികരണത്തിനുള്ള പിന്തുണയെ രൂക്ഷ ഭാഷയിലാണ് G. സുകുമാരൻ നായർ വിമർശിച്ചത്. എന്തൊക്കെ പറഞ്ഞു അദ്ദേഹം? കൃഷ്ണരാജ് കൃത്യമായിട്ടുള്ള നിലപാട് NSS ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്ന പിന്തുണയെ രൂക്ഷ വിമർശനത്തിൽ കൂടിയാണ് ഗണ്ണിച്ചിരിക്കുന്നത്. ഓരോ ആരാധനാലയങ്ങളിലും ഓരോ രീതികളുണ്ട്, ചിട്ടവട്ടങ്ങളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ഹൈന്ദവ ക്ഷേത്രങ്ങളും മുന്നോട്ട് പോകുന്നത്. ആ ആചാര രീതികൾ പിന്തുടരുന്നതിനുള്ള അവകാശം ഹൈന്ദവ ജനതയ്ക്കുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. ആ ഒരു ആചാര വിശ്വാസങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള മുന്നോട്ട് വിശ്വാസ ജീവിതം നയിക്കുന്നതിനുള്ള ആ ഹൈന്ദവ വിശ്വാസത്തെ ജീവിതത്തെ ചോദ്യം ചെയ്തുകൊണ്ട രീതിയാണ് ഉണ്ടായത് എന്നുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് എന്നുള്ള വിമർശനമാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത്. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധനയ്ക്ക് മാറ്റം വരണം എന്നുള്ള ഒരു പരാമർശമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ നടത്തിയത്. ഇതേ തുടർന്ന് വലിയ ചർച്ചകൾ ഉണ്ടായി. ഈ ഒരു വിഷയത്തിലാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ശിവഗിരിക്കും ഒരു വിമർശനം ഈ ഒരു വിഷയത്തിൽ നിലപാട് അറിയിച്ചുകൊണ്ട് NSSന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റു സമുദായങ്ങളുടെ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചോദ്യം ചെയ്യലുകൾ നടത്താൻ മുഖ്യമന്ത്രിക്കും ശിവഗിരിക്കും ധൈര്യം ഉണ്ടോ എന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ചോദിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു പിന്തുണ നൽകാൻ പാടില്ലായിരുന്നു. അതിന്റെ വാസ്തവം അത് ഏത് രീതിയിലാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ഈ കാര്യത്തിൽ ഒരു നിലപാട് മുഖ്യമന്ത്രി അറിയിക്കുവാൻ. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസം. ഷർട്ട് ധരിച്ച് കയറാവുന്ന, മേൽവസ്ത്രം ധരിച്ച് കയറാവുന്ന ക്ഷേത്രങ്ങളുണ്ട്. മേൽവസ്ത്രം ധരിക്കാതെ പ്രവേശനം സാധ്യമാകുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. ആ ഓരോ ക്ഷേത്രങ്ങളുടെയും വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം പരാമർശിച്ചു വെക്കുന്നത്. ശബരിമലയിൽ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് കയറാം, പക്ഷേ അതുപോലെ തന്നെ മേൽവസ്ത്രം ധരിക്കാതെ പുരുഷന്മാർക്ക് പ്രവേശനം സാധ്യമാകുന്ന, ദർശനം സാധ്യമാകുന്ന പല മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച ചങ്ങനാശ്ശേരിയിലെ ക്ഷേത്രത്തിൽ പോലും മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ, വിശ്വാസങ്ങളെ ചാതുർവർണ്ണ വ്യവസ്ഥയുമായിട്ടൊന്നും കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. അതൊക്കെ ഹൈന്ദവ വിശ്വാസത്തിന്റെ, ഹൈന്ദവ ജനത അനുഷ്ഠിച്ചു വരുന്ന ഓരോ ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അത് ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. സർക്കാർ ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഇടപെടേണ്ട കാര്യമില്ല. വ്യാഖ്യാനങ്ങൾ ഹിന്ദുക്കളോട് മാത്രം മതിയോ എന്നുള്ള ഒരു ചോദ്യം മിഥുനിലേക്ക് വരാം. ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, കണക്കിന് മറുപടി കൊടുക്കുകയാണ് G. സുധാകരൻ നായർ. മറ്റ് സമുദായങ്ങളോട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് പ്രതികരണം? അല്ല, ആ ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. സുകുമാരൻ നായർ ഇന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഏറെക്കാലമായിട്ട് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. പക്ഷെ സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സുകുമാരൻ നായർ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. ഇത് ഇവിടുത്തെ ഈ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയേണ്ട മറുപടിയാണ്. അവരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം ഈ ഏത് വിഷയത്തിലും നവോത്ഥാനം അല്ലെങ്കിൽ പുരോഗമനം, ഈ പറയുന്ന കാര്യങ്ങൾ, മതേതരം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വിഭാഗത്തിന് മാത്രം ബാധകമായിട്ട് നിലനിൽക്കുന്ന ആശയങ്ങളാണ് എന്നതാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് കേരളത്തിൽ പ്രത്യേകിച്ച് അത് പാലിക്കേണ്ടത്, അത് നടപ്പാക്കേണ്ടതൊക്കെ ഹിന്ദു സമൂഹത്തിൽ മാത്രമാണ് എന്നാണ്. മറ്റു മതസമൂഹങ്ങളെ കുറിച്ച് മിണ്ടാൻ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും ധൈര്യമില്ല. ഇപ്പൊ ഈ ശിവഗിരി സമ്മേളനത്തില് ഗുരുദേവന്റെ പ്രവർത്തന കേന്ദ്രത്തിൽ തന്നെ വെച്ച് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രസ്താവന, അത് ഏത് സമുദായത്തെയും സമൂഹത്തെയും ആണ് വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയത്? ഇത്തരത്തിലൊരു പ്രസ്താവന മറ്റിതര സമൂഹങ്ങളുടെ സമ്മേളനങ്ങളിൽ പോയിട്ട്, അവരുടെ വേദിയിൽ പോയിട്ട് ഉന്നയിക്കാൻ പിണറായി വിജയൻ ധൈര്യപ്പെടുമോ എന്നുള്ള ചോദ്യം നമ്മൾ എത്രയോ തവണ ചോദിച്ചതാ. ഇത് ധൈര്യപ്പെടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് കേരളത്തിൽ
ഈ ഒരു പ്രത്യേക വിഭാഗത്തെ സന്തോഷിപ്പിക്കാൻ ഇപ്പൊ പിണറായി വിജയന്റെ പ്രസ്താവനയെ ഒറ്റയടിക്ക് കേട്ട പാതി കേൾക്കാത്ത പാതി സ്വാഗതം ചെയ്തത് കേരളത്തിലെ മതതീവ്രവാദ സംഘടനകളാണ്, SDPI പോലുള്ള സംഘടനകളാണ്. അപ്പൊ ഇവിടുത്തെ മതതീവ്രവാദ സംഘടനകളെ സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക്. അവരതുകൊണ്ട് ഗുരുദേവൻ സനാതന ധർമ്മത്തിൽ പെടുന്നയാളല്ല, അല്ലെങ്കിൽ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറണം, ഈ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറണം അടക്കമുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പിണറായി വിജയനാരാണ്? പിണറായി വിജയൻ അതിനുള്ള അധികാരം എന്താണ്? ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചോ ഷർട്ട് ധരിക്കാതെയോ കയറുന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അതിനെ ചോദ്യം ചെയ്യാനോ അത് തിരുത്തണമെന്ന് പറയാനോ അതിന് മാറ്റം വരുത്തണ്ടെന്ന് പറയാനോ ഒക്കെ പിണറായി വിജയനാരാണ്? മുഖ്യമന്ത്രിയുടെ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മതി, അഭിപ്രായം പറഞ്ഞാൽ മതി. ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അതിന് പിണറായി വിജയനെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പിണറായി വിജയൻ സ്വന്തം പാർട്ടിയുടെ കാര്യം നോക്കിയാൽ മതി, അല്ലെങ്കിൽ കേരളം ഭരിച്ചാൽ മതി. ഇവിടുത്തെ മറ്റ് മത വിഭാഗങ്ങളുടെ ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെട്ട അഭിപ്രായം പറയാൻ ശ്രീ ആർ വി ബാബു, അതായത് ഈ ഹിന്ദു വിശ്വാസങ്ങളോടും ആചാരങ്ങളോടുമൊക്കെയുള്ള ഇത്തരക്കാരുടെ വിമർശനങ്ങൾ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട്. അത് മറികടക്കാനുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നുവോ ജി സുകുമാരൻ നായരുടെ വാക്കുകൾ? തീർച്ചയായും ഇത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ പൊതുവികാരമാണെന്ന്. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാന നേതാക്കന്മാർ, അവരുടെ ഈ സാംസ്കാരിക നായകന്മാർ, സാമൂഹിക നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞു നടത്തുന്ന ആളുകൾ, അവർ തികച്ചും ഏകപക്ഷീയമായ ആക്രമണമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് മതേതരത്വത്തെ കുറിച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച്, നവോത്ഥാനം, പുരോഗമനം, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ തികച്ചും ഏകപക്ഷീയമായ അഭിപ്രായ പ്രകടനങ്ങൾ, അത് ഹിന്ദു സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ ഇവർക്ക് അഭിപ്രായമുള്ളൂ. ഇവിടെ ഷർട്ട് ഊരി നടക്കണം എന്ന് പറയുന്ന, ക്ഷേത്രത്തിൽ കയറണം എന്ന് പറയുന്ന പിണറായി വിജയൻ പൊതുമണ്ഡലത്തിൽ മുഖം മറച്ച് നടക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പൊതുമണ്ഡലത്തിൽ മുഖം മറച്ച്, സ്വന്തം മുഖം മറച്ചു വെച്ച് നടക്കുന്ന മതസമുദായത്തിൽ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് പിണറായി വിജയൻ എന്തെങ്കിലും പറയാനുണ്ടോ? പൊതുയിടങ്ങളിൽ ഇത്തരത്തിൽ അവനവന്റെ ഐഡന്റിറ്റി മറച്ചു വയ്ക്കാൻ പാടില്ല. അത് നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് എന്നിരിക്കെ അതിനോടുള്ള പിണറായി വിജയന്റെ നിലപാട് എന്താണ്? അപ്പൊ ഇതെല്ലാം പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പ്രകടനം നടത്തുന്നത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിഷയങ്ങളിൽ മാത്രമാണ്, ഹിന്ദു സമൂഹത്തിന്റെ വിഷയങ്ങളിൽ മാത്രമാണ്. ഇത് ആവർത്തിച്ച് എത്രയോ തവണ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളാണ്. അതിന് കുറച്ചുകൂടി പ്രസക്തിയുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നായാലും ശ്രീ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നായാലും കേരളത്തിലെ പ്രമുഖമായ രണ്ട് സമുദായങ്ങൾ അവരതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നു എന്ന് വരുന്നത് ശുഭോദാർക്കമാണ്, സ്വാഗതാർഹമാണ്. അത്രയും കാര്യങ്ങളിൽ ശക്തമായ അഭിപ്രായങ്ങൾ ഹിന്ദു സമൂഹം ഇവിടെ ആർക്കും കയറി ഹിന്ദു സമൂഹം അങ്ങനെ ഈ വഴിയോരത്ത് കിട്ടിയ ചെണ്ടയെല്ലാം ആർക്കും കയറി കൊട്ടാവുന്നതല്ല എന്ന് വളരെ കൃത്യമായ സന്ദേശം കൊടുക്കേണ്ടത് ആണ്. അത് NSS കൊടുത്തിരിക്കുന്നു, SNDPയും കൊടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിലെ ഹിന്ദു സമൂഹം ആ തരത്തിൽ തിരിച്ചറിവിന്റെ പാതയിലാണ്. ഇനി പഴയ പോലെ ഹിന്ദു സമൂഹത്തെ ഇങ്ങനെ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, അവർക്കത് തിരുത്തേണ്ടി വരും. അവര് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇനി അവർക്ക് പഠിക്കാൻ ഒരിക്കലും അവസരം കിട്ടാത്ത രീതിയിൽ അവര് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്ന തരത്തിൽ യാതൊരു സംശയം വേണ്ട. ആർ വി ബാബു, ആചാരം മാറ്റിമറിക്കാൻ ഇവരൊക്കെ ആരാണ്? ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കയറേണ്ടതുണ്ട്, ഇല്ലാത്തതുണ്ട്, അവിടെ അതനുസരിച്ച് തന്നെ അങ്ങനെ നടന്നുകൊള്ളട്ടെ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പറയാനുള്ളത് വളരെ ലളിതമായ ഭാഷയിൽ കൃത്യമായി പറയുന്നു ജി സുകുമാരൻ നായർ, അല്ലേ? ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച് കയറുന്നതിന് അനുവദിക്കണം എന്ന ആശയം സന്യാസിമാരുടെ സമ്മേളനത്തില് തൃശ്ശൂർ നടന്ന 400ഓളം സന്യാസിമാര് നടന്ന സമ്മേളനത്തിൽ അവര് ആ കാര്യത്തെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പൊതുമണ്ഡലത്തിൽ അവർ വയ്ക്കുകയുണ്ടായി. ഇതെല്ലാം സാമൂഹ്യ പരിഷ്കരണത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ അതാത് ക്ഷേത്രങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കേണ്ടതാണ്. ഇതിന്റെ ഉദാഹരണം നമുക്കുണ്ട്. മുൻകാലത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ചുരിദാർ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാമോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം വന്ന സമയത്ത് അത് പരിഹരിച്ചത് ദൈവജ്ഞന്മാരുടെ ദേവഹിതം അനുസരിച്ച് ദൈവജ്ഞന്മാരാണ് തീരുമാനിച്ചത്. ദേവഹിതം അനുസരിച്ചിട്ടാണ് അതിന്റെ തീരുമാനം ഉണ്ടായത്.
അപ്പൊ ഓരോ ക്ഷേത്രത്തിലും ഇപ്പൊ നിലനിൽക്കുന്ന തരത്തിലുള്ള ആചാരങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ ആ ആചാരങ്ങളെ മാറ്റം വരുത്താൻ വേണ്ടി ദേവഹിതം പരിഗണിച്ചുകൊണ്ട് തന്നെ ചിന്തിക്കണം. അവരാണ് അതിന് അഭിപ്രായം പറയേണ്ടത്. പിണറായി വിജയനെ പോലുള്ള ഒരു മൂന്നാംകിട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല ക്ഷേത്രവും ക്ഷേത്ര വിശ്വാസം. അത് AKG സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. ക്ഷേത്ര കാര്യങ്ങളെ സംബന്ധിച്ച് പിണറായി വിജയൻ അഭിപ്രായം പറയണ്ട. AKG സെന്ററിൽ സഖാക്കന്മാരുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. അത് ക്ഷേത്രങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ പിണറായി വിജയൻ ആരുമല്ല എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ശരി, മുഖ്യമന്ത്രിക്കെതിരായ ജി സുകുമാരൻ നായരുടെ രൂക്ഷ വിമർശനങ്ങൾക്ക് അതിനോട് പ്രതികരിക്കുകയായിരുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. നന്ദി ശ്രീ RV ബാബു. ഒപ്പം ചേർന്നതിന് വീണ്ടും മിഥുൻ മുരളിയിലേക്ക്. മിഥുൻ മുരളി പറഞ്ഞു വന്നപ്പോഴാണ് അതിഥി ഒപ്പം ചേർന്നത്. തുടർന്നോളൂ. നവോത്ഥാന പ്രവർത്തനങ്ങളുമായി ഇതിന് ബന്ധമൊന്നുമില്ല. ഓരോ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണ്ടതുണ്ട്, ഹിന്ദു സമൂഹത്തിലും വേണ്ടതുണ്ട്, പരിവർത്തനങ്ങൾ വേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനുള്ള കാര്യം സാധ്യമാകുന്നത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശനം. പക്ഷേ അതിന് നവോത്ഥാനമായിട്ടോ അല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥയുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ലാതെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ജി സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത്. കൃത്യമായ നിലപാട് അറിയിക്കുന്നത്, NSSന് ഈ വിഷയത്തിലുള്ള നിലപാട് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരിയിൽ സ്ഥാപിച്ച ഒരു ദേവീ ക്ഷേത്രമുണ്ട്. ആ ദേവീ ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ചു കയറാം. ശബരിമല ഉദാഹരണമായി അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശബരിമലയിൽ മേൽവസ്ത്രം ധരിച്ചോ എത്ര വസ്ത്രങ്ങൾ ധരിച്ചോ പുരുഷന്മാർക്ക് കയറി ദർശനം നടത്താവുന്ന സാധ്യമാകുന്ന ക്ഷേത്രമാണ് ശബരിമല. ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഷർട്ട് ധരിച്ചുകൊണ്ട് തന്നെ, മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ദർശനം സാധ്യമാകുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പിന്തുടർന്നു വരുന്ന ആചാരം അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ അതേ രീതിയിലുള്ള ആചാരങ്ങൾ പിന്തുടർന്നു പോരുന്നു. അതോടൊപ്പം തന്നെ ഷർട്ട് ഊരിയാൽ മാത്രം അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിക്കാതെ മാത്രം പ്രവേശനം സാധ്യമാകുന്ന, ദർശനം സാധ്യമാകുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. ഈ രണ്ട് തരത്തിലുള്ള ക്ഷേത്രങ്ങളുമുണ്ട്. ഈ രണ്ട് ക്ഷേത്രങ്ങളിലും അതാത് ക്ഷേത്രങ്ങളിലെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, നിലനിന്നു പോരുന്ന പാരമ്പര്യങ്ങൾ, ഈ പാരമ്പര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിശ്വാസികൾ, ഭക്തർ അതനുസരിച്ച് ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. ആരും അങ്ങനെയുള്ള ചോദ്യം ചെയ്യലുമായിട്ട് വരേണ്ടതില്ല, വ്യാഖ്യാനങ്ങൾ നടത്തേണ്ടതില്ല. ഈ വ്യാഖ്യാനങ്ങൾ നവോത്ഥാനവും ചാതുർവർണ്ണ വ്യവസ്ഥയുമൊക്കെയായി ബന്ധപ്പെട്ട് പരിവർത്തനങ്ങൾ വേണം എന്ന ബന്ധപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ് വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊന്നും ഈ ഒരു വിഷയത്തിൽ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുമായിട്ടും നവോത്ഥാന പരിവർത്തനങ്ങളുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. ബന്ധമുള്ളത് ഹൈന്ദവ ജനതയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്, വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് അതേ രീതിയിൽ തന്നെ നിലനിർത്തി പോരുന്നതിനുള്ള അധികാരം ഈ രാജ്യത്തുള്ള ഭാരതത്തിലെ മുഴുവൻ ഹൈന്ദവ ജനതയ്ക്കും ഉണ്ട്. അത് ആരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സർക്കാർ ഇടപെടേണ്ട വിഷയമല്ല ഇത്. അത് വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, വിശ്വാസികളുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാലക്രമത്തിൽ മാറ്റം വരുത്തണം എന്നൊന്നും പറഞ്ഞുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായ നിലപാടാണ്, NSSന്റെ ഈ വിഷയത്തിലുള്ള നിലപാടാണ് താൻ അറിയിക്കുന്നതെന്ന 148ാം മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. തനിക്ക് ഇങ്ങനൊരു വേദിയിൽ അല്ലാതെ ഇനിയൊരു അവസരത്തിൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാനുള്ള അവസരം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ ഈ വിഷയത്തിൽ NSSന്റെ നിലപാട് അറിയിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ജി സുകുമാരൻ നായർ ഈ വിഷയത്തിലുള്ള NSSന്റെ നിലപാട് ഇത്തരത്തിലാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ, ശിവഗിരിയുടെ ക്ഷേത്രങ്ങളിലൊക്കെ ആ രീതിയിലുള്ള ആചാരങ്ങളിൽ മാറ്റം വരുത്തിയോ ഒക്കെയുള്ള മേൽവസ്ത്രം ധരിക്കാതെയൊക്കെയുള്ള പ്രവേശനം സാധ്യമാക്കാനുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷേ നിലനിന്ന് പോരുന്ന ക്ഷേത്രങ്ങളിൽ, പല ക്ഷേത്രങ്ങളിലും പല വിശ്വാസ പ്രമാണങ്ങൾ, പല ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ട്. അത് അതേപടി തന്നെ നിലനിർത്തി അത് ശരി. മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്നു NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മറ്റു സമുദായങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്, അതനുസരിച്ച് പോകട്ടെ. ആചാരം മാറ്റിമറിക്കാൻ ഇവരൊക്കെ ആരാണ് എന്ന ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.